ഹലോ ഫ്രണ്ട്സ്, ആദീസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഈ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് പോകുന്നത് കൂത്തുപറമ്പ് കായലോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇല്യൂഷൻ പാർക്ക് ഉണ്ട് എന്ന് കേട്ടിട്ടാണ്. അപ്പം ഞാൻ ക്ലാസ് എടുക്കുന്ന കുട്ടികളാണിവർ. എല്ലാവരെയും കൂട്ടാൻ പറ്റിയിട്ടില്ല, ചെറിയ വണ്ടി ആയതുകൊണ്ട് 10 പേര്, ഞങ്ങൾ 10 കുട്ടികളെയാണ് കൂട്ടിയിട്ട് പോകുന്നത്. ഇത് കൂത്തുപറമ്പ് കായലോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇല്യൂഷൻ പാർക്കാണ്. അപ്പോൾ അതിൻ്റെ എൻട്രിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒരു മരത്തിൻ്റെ മുകളിലൊരു ടെൻറ്റ് പോലെ കെട്ടിയിട്ട് അവിടെ ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിനുള്ളൊരു സ്പേസ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. ദ ബിഗ് നഴ്സറിയാണിത് ശരിക്കും. പക്ഷെ അതിനകത്ത് ഒരു ഇല്യൂഷൻ പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീട് കീഴായിട്ട് നിൽക്കുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാറൊക്കെ മുകളിൽ കാണാം. ഒരുപാട് യൂട്യൂബേഴ്സ് ഇവിടെ വന്ന് വ്ളോഗ് ചെയ്തിട്ട് അങ്ങനെ കണ്ടിട്ടാണ് ഞങ്ങളും പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ടിക്കറ്റ് മുറിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ 10 പേർക്ക് അവർ 3 ആൾക്ക് ഫ്രീ ആയിട്ട് കൺസെഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും വലിയ ഒരു ചക്കയുടെ ശില്പം, അതാണ് ശരിക്കൊരു അട്രാക്ഷനായിട്ട് അവിടെ തോന്നുന്നുള്ളൂ. അപ്പോൾ അകത്ത് കയറി നമുക്ക് നോക്കാം. ഇത് കയറുമ്പോൾ തന്നെയുള്ള എൻട്രിയിലുള്ള ഒരു ഇല്യൂഷനാണ്. അതായത് ഈ ഒരു ഫോട്ടോ ഏത് ഭാഗത്തേക്ക് നമ്മൾ പോയാലും നമ്മളെ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നും. പിന്നെ ഇതിൽ എനിക്ക് അത്ര വലിയ അതിശയം തോന്നിയിട്ടില്ല. ഇതിപ്പോൾ എന്താണെന്ന് ഉദ്ദേശിച്ചതെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അത് ആ ഒരു ഇതിനകത്ത് ഇതൊക്കെ ഞങ്ങൾക്ക് ഫോണില്ലാതെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത അവസ്ഥയാണ്. ഫോണിലൂടെ മാത്രമേ ഈ ഇല്യൂഷൻസ് എല്ലാം ശരിക്കും കറക്റ്റ് കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ ഗാന്ധിജിയാണ് നമ്മളിപ്പോൾ കണ്ടത്. പക്ഷെ അവിടെ ജസ്റ്റ് 4 കടലാസ് പോലെയുള്ള കഷ്ണങ്ങൾ ഇങ്ങനെ കാണുന്നു. ഇത് ചെറിയ അറ്റമില്ലാത്ത ഒരു കിണർ. പക്ഷേ അത് മേലെ മാത്രമേ ഉള്ളൂ. അടിയിൽ ഗ്ലാസ് വെച്ചിട്ട് 2 ലൈറ്റ് വെച്ചതാണ്. പക്ഷെ നമുക്ക് തോന്നുമ്പോൾ ഇൻഫിനിറ്റി പോലെയുള്ളൊരു കിണർ അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ ഇവിടെ ഒരു കുട്ടിയുടെ പിക്ചർ കരയുന്നതായിട്ട്, അത് നമ്മൾ നടന്നു പോകും തോറും ആ കുട്ടി ചിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇതൊക്കെ ഇല്യൂഷനാണ്. ശരിക്കും നേരിട്ട് ഇതങ്ങനെ അനുഭവം ആവുന്നില്ല. ഫോണിലാണ് നമുക്ക് കൂടുതൽ ക്ലാരിറ്റിയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിങ്ങനെ കുട്ടികളെ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യുന്ന ഒരു വാളാണ്. പിന്നെ ഇത് വീടിൻ്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യിക്കുന്ന ആ ഒരു ചുമരിൽ കാണുന്നത് മുഴുവൻ വലിയൊരു കണ്ണാടിയാണ്. അപ്പോൾ താഴെയുള്ള നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കതൊരു ഫീലിംഗ്, നമ്മൾ വീടിൻ്റെ മുകളിൽ നിന്ന് ഇരിക്കുന്നത് പോലെ ഒരു ഫീല് വരുന്ന ഇങ്ങനെയാണ് ഫോട്ടോ ഉണ്ടാവുക എടുത്തു കഴിഞ്ഞാൽ. ഇതുപോലെ ഇല്യൂഷൻ ടൈഗർ വരുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ ആ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. ജസ്റ്റ് ഫോട്ടോഷൂട്ടിനുള്ള സ്ഥലം എന്ന് മാത്രമേ കയറിയപ്പോൾ തോന്നിയുള്ളൂ. അല്ലാതെ 100 രൂപയാണ് എൻട്രി ഫീസ്. പക്ഷേ ആ 100 രൂപക്കുള്ള കാഴ്ചകളൊന്നും ഉള്ളിലുണ്ടായിരുന്നില്ല. കടുത്ത നിരാശയിലാണ് ശരിക്കും ഞങ്ങൾ വന്നത്. തിരിച്ചു വന്നത് നല്ല നിരാശയായിട്ടാണ് വന്നത്. കാരണം 100 രൂപ കൊടുത്തിട്ട് അതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല. കുറേ ഞങ്ങളിവിടെ നിന്ന് ഫാമിലി ഫോട്ടോ എടുത്തു. ഞാൻ ശൈവണ്ണും മക്കളും എല്ലാവരും ഉള്ളത് കൊണ്ട് ഫാമിലി ഫോട്ടോ എടുത്തു. കുട്ടികൾ കുറേ ഫോട്ടോസ് എടുത്തു. ഫോട്ടോ സെഷന് വേണ്ടി നല്ല സ്ഥലമുണ്ട്. ഫോട്ടോ സെഷൻ്റെ സ്ഥലമാണ് കൂടുതലുള്ളത്. നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി തന്നെയാണ് ഉള്ളത്. ഫോണില്ലാതെ ഇവിടെ പോയിട്ട് കാര്യമായിട്ട് നമുക്കൊന്നും എൻജോയ് ചെയ്യാൻ കഴിയില്ല. കാരണം ഫോണിൽ മാത്രമേ ഈ ഇല്യൂഷൻ ശരിക്കും ക്ലിയർ ആവുന്നുള്ളൂ. ജസ്റ്റ് കുട്ടികൾ വെറുതെ ജസ്റ്റ് കാണാൻ പോയി കഴിഞ്ഞാൽ അത്ര വലിയ ഇല്യൂഷൻ തോന്നുന്നില്ല. പിന്നെ പുറത്ത് വലിയ ഊഞ്ഞാലുകളുണ്ട് കുട്ടികൾ കാണാൻ വേണ്ടിയിട്ട്. ഊഞ്ഞാലുകളും 1-2 റൈഡുകളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി കുട്ടികൾക്കൊക്കെ ഭക്ഷണം വാങ്ങിക്കൊടുത്തു. അതിനുശേഷം കുട്ടികളുടെ ആ ഒരു നിരാശ മാറ്റിയെടുക്കാൻ ഞങ്ങൾ പയ്യാമ്പലം കൂട്ടിയിട്ട് പോയി. പയ്യാമ്പലത്ത് കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അത് തന്നെ വലിയ സന്തോഷം. അവർക്ക് എൻജോയ് കിട്ടുക എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ കൂട്ടിയിട്ട് പോയത്. അപ്പോൾ അവർ നല്ല രീതിയിൽ അവിടെ എൻജോയ് ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. ഞങ്ങളെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.